Today, we are going to study the structure of a simple Java program. We know that every language has its own syntax. നമ്മൾ ഏത് ലാംഗ്വേജ് എടുത്താലും ആ ലാംഗ്വേജിൻ്റെ ആപ്ലിക്കേഷൻസ് പ്രോഗ്രാംസ് എഴുതുമ്പോൾ അതിൻ്റേതായ ഒരു സിൻറ്റാക്സ് ഉണ്ട്. ദാറ്റ് സിൻറ്റാക്സ് ഈസ് കോൾഡ് ദ സ്ട്രക്ചർ ഓഫ് ദ ലാംഗ്വേജ്. Here also we are going to see the structure of a Java application. We know that in Java also the execution starts from main method. ജാവയിലും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ മെത്തേഡിലാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദിസ് ലാംഗ്വേജ് ഈസ് ഡെവലപ്ഡ് ഫ്രം സി ആൻഡ് സി പ്ലസ് പ്ലസ്. സിയിലും സി പി പിയിലും മെയിൻ മെത്തേഡിലാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാ പ്രോഗ്രാംസിനും മെയിൻ മെത്തേഡ് നിർബന്ധമുള്ളത്. ജാവയിലും ജാവ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ മെത്തേഡിലാണ്. But Java is a purely object-oriented language. So, every statement should be inside a class. Java purely object-oriented ആയതുകൊണ്ട് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് ഒരു ക്ലാസ്സിൻ്റെ അകത്ത് എഴുതാൻ പറ്റത്തുള്ളൂ. ക്ലാസ്സിൻ്റെ ഉപയോഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. ആക്ച്വലി ക്ലാസ് ഈസ് യൂസ് ടു ക്രിയേറ്റ് ആൻ ഓബ്ജക്റ്റ്. ക്ലാസ് ഈസ് എ ടെംപ്ലേറ്റ് ഓഫ് ആൻ ഓബ്ജക്റ്റ്. ഒരു ഓബ്ജക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ അച്ചാണ് ക്ലാസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിക്കും. ഇവിടെ ഹിയർ വി ഡിഫൈൻ എ ക്ലാസ് ഇൻ ഓർഡർ ടു റൈറ്റ് മെയിൻ മെത്തേഡ്. ഇവിടെ നമ്മൾ ക്ലാസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മെയിൻ മെത്തേഡ് എഴുതാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ക്ലാസ് ഇല്ലാതെ നമുക്ക് ജാവയിലൊന്നും എഴുതാൻ പറ്റത്തില്ല. സോ ഹിയർ വി റൈറ്റ് മെയിൻ മെത്തേഡ് ഇൻസൈഡ് എ ക്ലാസ്. Here class is a keyword, and this keyword tells a new class is being created, or this keyword tells a new class is creating. ഒരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് കാണിക്കാനുള്ള കീവേഡാണ് ക്ലാസ്. വെൽക്കം ഈസ് ആൻ ഐഡൻറ്റിഫയർ ടു ഐഡൻറ്റിഫൈ ക്ലാസ്. ഇതൊരു ക്ലാസ് നെയിമാണ്, ഐഡൻറ്റിഫയർ ആണ്. ഈ ക്ലാസ്സിൻ്റെ അകത്താണ് നമ്മൾ മെയിൻ മെത്തേഡ് നമ്മൾ എഴുതുന്നത്. Now this main method inside this class is a member of class welcome. ഈ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ മെയിൻ മെത്തേഡ് എഴുതി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദിസ് മെയിൻ മെത്തേഡ് ഈസ് എ മെമ്പർ ഓഫ് ദിസ് ക്ലാസ്. ഈ ക്ലാസ്സിൻ്റെ മെമ്പറാണ്. ഒരു ക്ലാസ് മെമ്പേഴ്സ് നമുക്കറിയാം. നിങ്ങൾ ക്ലാസ്സിൽ വന്ന് കോളേജ് ക്ലാസ് ഇരിക്കുമ്പോഴും ക്ലാസ്സിൽ കയറി ക്ലാസ് തുടങ്ങിയാൽ യു ആർ ഓൾസോ എ മെമ്പർ ഓഫ് ദാറ്റ് ക്ലാസ്. ഇഫ് എനിബഡി വാണ്ട് ടു കോൾ യു ഓർ ആക്സസ് യു ഫ്രം ഔട്ട്സൈഡ്, ദേ ഹാവ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം ദി ടീച്ചർ, ക്ലാസ് ടീച്ചർ. നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിൻ്റെ മെമ്പേഴ്സ് ആയതുകൊണ്ട് നിങ്ങളും ക്ലാസ് മെമ്പേഴ്സാണ്, സ്റ്റുഡൻസ് എല്ലാം. അപ്പം വെളിയിൽ നിന്ന് ഒരാൾക്ക് വന്ന് നിങ്ങളെ ചുമ്മാ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ആദ്യം എന്ത് ചെയ്യണം? അവർ ക്ലാസ് ടീച്ചറിൻ്റെ പെർമിഷൻ മേടിച്ചിട്ട് ക്ലാസ് ടീച്ചർ അലോ ചെയ്യണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ വെളിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ. സിൻസ് മെയിൻ മെത്തേഡ് ഈസ് എ മെമ്പർ ഓഫ് ദിസ് ക്ലാസ്, ഇഫ് സംബഡി വാണ്ട്സ് ടു കോൾ ദിസ് മെയിൻ മെത്തേഡ് ഫ്രം ഔട്ട്സൈഡ്, ഈ ക്ലാസ്സിൻ്റെ വെളിയിലുള്ള ആർക്കെങ്കിലും ഈ മെയിൻ മെത്തേഡിനെ കോൾ ചെയ്യണം. ആർക്കാ കോൾ ചെയ്യേണ്ടത് ശരിക്കും? JVM വാണ്ട്സ് ടു കോൾ ദിസ് മെയിൻ മെത്തേഡ് because JVM is an interpreter used to execute a Java program, and execution starts from main method. So in order to start an execution, JVM should call this main method. JVM main method നെ കോൾ ചെയ്തുകൊണ്ടാണ് ജാവ ആപ്ലിക്കേഷൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് JVM ഈസ് എ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ. അതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ്, വേറെ ഒരു ടൂളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ജാവ പ്രോഗ്രാംസിനെ, ജാവ ബൈറ്റ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ടൂളാണ് JVM, ജാവ വെർച്വൽ മെഷീൻ ഇൻ്റർപ്രട്ടർ. അപ്പോൾ ആ ഇൻ്റർപ്രട്ടർക്ക് ഈ മെയിൻ മെത്തേഡിനെ കോൾ ചെയ്യണമെങ്കിൽ ചുമ്മാ കോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഹാസ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം ദിസ് ക്ലാസ്.
ക്ലാസ്സിൽ നിന്നും പെർമിഷൻ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ വെളിയിൽ നിന്നും ആർക്ക് വേണേലും ആക്സസ് ചെയ്യാം എന്നുള്ള പെർമിഷൻ കൊടുക്കാൻ വേണ്ടി വി യൂസ് ആൻ ആക്സസ് സ്പെസിഫയർ ഓർ എ മോഡിഫയർ കോൾഡ് പബ്ലിക്. ഈ പബ്ലിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സസ് സ്പെസിഫയർ. ദിസ് സ്പെസിഫൈസ് ദ വേ ഓഫ് ആക്സസിങ് എ ക്ലാസ് മെമ്പർ. ഒരു ക്ലാസ് മെമ്പറിനെ എങ്ങനെ ആക്സസ് ചെയ്യാം, ആർക്കൊക്കെ ആക്സസ് ചെയ്യാമെന്ന് സ്പെസിഫൈ ചെയ്യുന്ന കീവേഡാണ് ആക്സസ് സ്പെസിഫയർ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. ഇഫ് യു ഡിക്ലെയർ എ ക്ലാസ് മെമ്പർ ആസ് പബ്ലിക്, ദാറ്റ് മെമ്പർ ക്യാൻ ബി ആക്സസ്ഡ് ബൈ എനിബഡി ഫ്രം ഔട്ട്സൈഡ്. ഏതെങ്കിലും ഒരു ക്ലാസ് മെമ്പറിനെ പബ്ലിക്കായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്താൽ വെളിയിലുള്ള ആർക്ക് വേണേലും ആ മെമ്പറിനെ ആക്സസ് ചെയ്യാം. സോ ഹിയർ മെയിൻ മെത്തേഡ് ഈസ് ഡിക്ലെയർഡ് ആസ് പബ്ലിക്. ഇറ്റ് ഷുഡ് ബി ഡിക്ലെയർഡ് ആസ് പബ്ലിക് ബിക്കോസ് ദിസ് മെയിൻ മെത്തേഡ് ഈസ് ആക്സസ്ഡ് ബൈ Java Virtual Machine, Java Interpreter, a third-party application for execution. ഈ മെയിൻ മെത്തേഡിനെ JVM, Java Interpreter, എക്സിക്യൂഷന് വേണ്ടി ആക്സസ് ചെയ്യുന്നത് കൊണ്ട് ഈ മെയിൻ മെത്തേഡ് അവിടെ അവൈലബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? ദിസ് മെത്തേഡ് ഷുഡ് ബി ഡിക്ലെയർഡ് ആസ് പബ്ലിക്. Again, this method is or this member is declared as static. സ്റ്റാറ്റിക് നമ്മൾ ഡീറ്റെയിൽസ് പിന്നെ പഠിക്കുമെങ്കിലും ഇവിടെ അത്യാവശ്യം ഒന്ന് അറിഞ്ഞിരിക്കണം. എപ്പോഴാണ് നമ്മൾ ഒരു മെമ്പറിനെ സ്റ്റാറ്റിക് ആക്കുന്നത്? സാധാരണ ഒരു ക്ലാസിൻ്റെ മെമ്പറിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. വി ക്യാൻ ആക്സസ് എ ക്ലാസ് മെമ്പർ ഓൺലി ആഫ്റ്റർ ക്രിയേറ്റിംഗ് ഇറ്റ്സ് ഓബ്ജക്റ്റ്. ക്ലാസിൻ്റെ മെമ്പേഴ്സിനെ ചുമ്മാ ആക്സസ് ചെയ്യാൻ സാധിക്കുകയില്ല. ക്ലാസ് എന്ന് പറയുന്നത് ടെംപ്ലേറ്റ്, ഒരു പ്ലാൻ മാത്രമേ ഉള്ളൂ. ആ പ്ലാൻ ഉപയോഗിച്ച് ക്ലാസ് ഉപയോഗിച്ച് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഓബ്ജക്റ്റിൻ്റെ കോപ്പി ആയിട്ടുള്ള മെമ്പേഴ്സിനെ മാത്രമേ സാധാരണ രീതിയിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ ഈ മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആക്സസ് ചെയ്യേണ്ട മെമ്പറാണ് മെയിൻ മെത്തേഡ്. അതിന് മുമ്പ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഓബ്ജക്റ്റ് ക്രിയേഷൻ നടക്കുകയില്ല. So this member should be called before creating any objects or without creating any objects. Object create ചെയ്യുന്നതിന് മുമ്പ്, ഓബ്ജക്റ്റ് ക്രിയേഷൻ കൂടാതെ ആക്സസ് ചെയ്യേണ്ട മെമ്പറാണ്, ക്ലാസ് മെമ്പറാണ് മെയിൻ മെത്തേഡ്. അങ്ങനെ ആക്സസ് ചെയ്യണമെങ്കിൽ ദാറ്റ് മെത്തേഡ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഓൾ ഓബ്ജക്ട്സ്. ആ മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു മെമ്പർ എല്ലാ ഓബ്ജക്ട്സിൻ്റെ മേലും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓബ്ജക്റ്റിൻ്റെ അകത്ത് ആ മെമ്പറിൻ്റെ കോപ്പി പാടില്ല. ബട്ട് എവരി ഓബ്ജക്റ്റ് ക്യാൻ ആക്സസ് ഓർ യൂസ് ദാറ്റ് മെമ്പർ. ഏത് ഓബ്ജക്റ്റിനും അതെടുത്ത് ഉപയോഗിക്കാം, ആക്സസ് ചെയ്യാം. പക്ഷെ അതിൻ്റെ കോപ്പി ആ ഓബ്ജക്റ്റിലില്ല. അങ്ങനത്തെ മെമ്പേഴ്സാണ് ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സ്. ഒരു ക്ലാസിൻ്റെ അകത്ത് ഒരു ഇൻഡിപെൻഡൻറ്റ് മെമ്പർ ഉണ്ടെങ്കിൽ ദാറ്റ് മെമ്പർ ക്യാൻ ബി ആക്സസ് വിത്തൗട്ട് ക്രിയേറ്റിംഗ് ആൻ ഓബ്ജക്റ്റ്. അപ്പോൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ, ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ക്ലാസ് മെമ്പറിനെ ആർക്കെങ്കിലും കോൾ ചെയ്യണമെങ്കിൽ എന്താ മാർഗം? ആ മെമ്പറിനെ ഇൻഡിപെൻഡൻ്റ് ആക്കി നിർത്തുക. സോ ഇൻ ഓർഡർ ടു മേക്ക് എ മെമ്പർ ഇൻഡിപെൻഡൻ്റ് ഓഫ് ഓൾ ഓബ്ജക്ട്സ് വി ഡിക്ലെയർ ദാറ്റ് മെമ്പർ ആസ് സ്റ്റാറ്റിക്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ് മെമ്പറിനെ സ്റ്റാറ്റിക് ആക്കിയാൽ ആ മെമ്പർ എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ഓഫ് ഓൾ ഓബ്ജക്ട്സ് ആയിരിക്കും. ഒരു സ്റ്റാറ്റിക് മെമ്പറിൻ്റെ ഒരു കോപ്പിയും ഒരു ഓബ്ജക്റ്റിലും കാണുകയില്ല. അതുകൊണ്ട് തന്നെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ മെമ്പറിനെ കോൾ ചെയ്യാൻ. ക്രിയേറ്റ് ചെയ്താലും ആ മെമ്പർ ഓബ്ജക്റ്റ് കാണത്തുമില്ല, അപ്പോൾ പിന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. സോ വിത്തൗട്ട് ക്രിയേറ്റിംഗ് ആൻ ഓബ്ജക്റ്റ് വി ക്യാൻ കോൾ ദാറ്റ് മെമ്പർ ഡയറക്ട്ലി. So here main method is declared as static because this method or this member is accessed by JVM without creating object or before creating object. Object create ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ചെയ്യാതെ തന്നെ കോഡ് ചെയ്യപ്പെടേണ്ട മെമ്പറാണ് മെയിൻ മെത്തേഡ്. അതുകൊണ്ട് ആ മെമ്പറിനെ ഇൻഡിപെൻഡൻ്റ് ഓഫ് ഓൾ ഓബ്ജക്ട്സ് ആക്കാൻ വേണ്ടി നമ്മൾ ആ മെമ്പർ എന്താണ് സ്റ്റാറ്റിക് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. Again, this member is also declared as void, main method.
CPP-യിൽ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയും, ജാവയിൽ നമ്മൾ മെത്തേഡ് എന്നാണ് ഉപയോഗിക്കുന്നത്. മെയിൻ മെത്തേഡ് ഈസ് ഡിക്ലെയർഡ് ആസ് void. മീനിങ് ഓഫ് void ഈസ് null, empty. ഇവിടെ നിങ്ങൾ പഠിച്ച സമയത്ത് റിട്ടേൺ ടൈപ്പ് ഉള്ള മെത്തേഡുണ്ട്, റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത മെത്തേഡുണ്ട്. നമ്മൾ പിന്നീട് പഠിക്കും. റിട്ടേൺ ടൈപ്പ് ഉള്ള മെത്തേഡ് എന്ത് മെത്തേഡാണ്? ഒരു മെത്തേഡ് എക്സിക്യൂഷൻ നടന്നു കഴിയുമ്പോൾ ഫൈനൽ വാല്യൂ എന്തെങ്കിലും അതിന് കിട്ടുവാണെങ്കിൽ ആ വാല്യൂ ആ മെത്തേഡ് കോൾ ചെയ്ത സ്ഥലത്തേക്ക് റിട്ടേൺ കൊടുക്കണം. അപ്പോൾ അത് ഏത് ടൈപ്പ് ഡേറ്റ ടൈപ്പ് വാല്യൂ ആണ്, ആ വാല്യൂ റിട്ടേൺ കൊടുക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ അവിടെ മെത്തേഡിന് മുമ്പ് നമ്മൾ റിട്ടേൺ ടൈപ്പ് നമ്മൾ എഴുതും. ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് പഠിക്കും. റിട്ടേൺ ചെയ്യാത്ത മെത്തേഡുകളാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു എക്സിക്യൂഷൻ ചെയ്യുമ്പോൾ വാല്യൂ ഒന്നുമില്ല, ഫൈനൽ വാല്യൂ ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ റീഡ്, റൈറ്റ്, ഇതൊക്കെ ചെയ്യുമ്പോൾ റീഡ് ചെയ്യുന്നു, കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് റീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്നു, ഇതൊക്കെ ഉള്ളൂ. കാൽക്കുലേഷൻ കഴിഞ്ഞിട്ടൊരു ഫൈനൽ വാല്യൂ ഇല്ല. അത് സം ആണെങ്കിൽ റിട്ടേൺ ടൈപ്പ് ഉള്ള മെത്തേഡായിരിക്കും. കാരണം സം ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫിക്സഡ് വാല്യൂ കാണും, ഫൈനൽ വാല്യൂ ഉണ്ട്. അപ്പം ഇങ്ങനെ റിട്ടേൺ ടൈപ്പ് ഒന്നും ഇല്ലാത്ത മെത്തേഡുകൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് void ആയിട്ടാണ്. മെയിൻ മെത്തേഡും അതുപോലെയാണ്. ദിസ് മെത്തേഡ് ഹാസ് നോ റിട്ടേൺ ടൈപ്പ്. റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല. ഈ മെത്തേഡിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എക്സിക്യൂഷൻ നടക്കുന്നു മാത്രമേ ഉള്ളൂ. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ വാല്യൂ ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് മെയിൻ മെത്തേഡ് ഈസ് ഡിക്ലെയർഡ് ആസ് void. അടുത്തത്, ദിസ് മെയിൻ മെത്തേഡ് ഹാസ് എ സിംഗിൾ പാരാമീറ്റർ. ഈ മെയിൻ മെത്തേഡിന് ഒരു പാരാമീറ്റർ ഉണ്ട്, ഒരു പാരാമീറ്ററേ ഉള്ളൂ. ദാറ്റ് പാരാമീറ്റർ ഈസ് എ സിംഗിൾ ഡൈമെൻഷണൽ അറേ ഓഫ് ടൈപ്പ് സ്ട്രിംഗ് ക്ലാസ്. സ്ട്രിംഗ് ക്ലാസ്സിൽ ടൈപ്പിലുള്ള സിംഗിൾ ഡൈമെൻഷണൽ അറേയാണ് മെയിൻ മെത്തേഡിൻ്റെ പാരാമീറ്റർ. എന്താ? വാട്ട്സ് എ പാരാമീറ്റർ? We know that a parameter is used in a method to get values from outside that method. ഒരു മെത്തേഡിൻ്റെ വെളിയിൽ നിന്ന് വാല്യൂ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാരാമീറ്റേഴ്സ്. ഇവിടെ മെയിൻ മെത്തേഡിന് ഒരു പാരാമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദിസ് പാരാമീറ്റർ ഈസ് യൂസ്ഡ് ടു റിസീവ് വാല്യൂസ് ഫ്രം ഔട്ട്സൈഡ് ദിസ് മെയിൻ മെത്തേഡ്. മെയിൻ മെത്തേഡിൻ്റെ വെളിയിൽ നിന്നും വാല്യൂസ് റിസീവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ഈ പാരാമീറ്റർ. സിംഗിൾ ഡൈമെൻഷണൽ അറേ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ റിസീവ് മോർ ദാൻ വൺ വാല്യൂ. ഒന്നിൽ കൂടുതൽ വാല്യൂസ് റിസീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ അറേ കൊടുത്തേക്കുന്നത്. പിന്നെ അറേ ടൈപ്പ് സ്ട്രിംഗ് ക്ലാസ് ടൈപ്പാണ്. സ്ട്രിങ്സ് നമ്മൾ പിന്നീട് പഠിക്കും. ജാവയിലും CPP-യിലും സ്ട്രിങ്സ് വ്യത്യാസമാണ്. ജാവയിൽ സ്ട്രിംഗ് ഇസ് എ പ്രീ ഡിഫൈൻഡ് ക്ലാസ്. ജാവയിൽ സ്ട്രിംഗ് ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മെയിൻ മെത്തേഡിൻ്റെ പാരാമീറ്ററിലേക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് റിസീവ് ചെയ്യപ്പെടുന്ന വാല്യൂസ്, ദാറ്റ് വാല്യൂസ് വിൽ ബി സ്റ്റോർഡ് ആസ് സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ്, സ്ട്രിംഗ് ക്ലാസ് ടൈപ്പ്. ഏതൊക്കെ ടൈപ്പ് വാല്യൂസ് റിസീവ് ചെയ്താലും അത് സ്റ്റോർ ചെയ്യുന്നത് സ്ട്രിംഗ് ആയിട്ടായിരിക്കും. ആൻഡ് ദിസ് പാരാമീറ്റർ ഈസ് യൂസ്ഡ് ടു റിസീവ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ്. കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് എന്താണ്? കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ്. കമാൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കമാൻഡ് കൊടുക്കുന്ന ലൈൻ, അതായത് ഡോസ് പ്രോംപ്റ്റ്. ഞാൻ ഇത് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ഇത് സേവ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ നമ്മൾ സേവ് ചെയ്തിട്ട് നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ നമ്മൾ കമാൻഡ് കൊടുക്കും ജാവ കമാൻഡ് കൊടുത്താണ് ഇത് കമ്പൈൽ ചെയ്യുന്നത്. റൺ ചെയ്യുമ്പോഴും നമ്മൾക്ക് ജാവ സ്പേസ് ഫയലിന് നമ്മൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആ ഡോസ് പ്രോംപ്റ്റിൽ നിന്ന് കൊടുക്കുന്ന ആ ലൈനെ വിളിക്കുന്ന പേരാണ് കമാൻഡ് ലൈൻ. ആർഗ്യുമെൻറ്റ്സ് മീൻസ് ദ വാല്യൂസ് ദാറ്റ് ആർ ഗിവൺ ടു പാരാമീറ്റേഴ്സ്. നമ്മൾ മെത്തേഡിൻ്റെ പാരാമീറ്ററിലേക്ക് പാസ് ചെയ്യപ്പെടുന്ന വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ സ്ട്രിംഗ് ARGS ആർഗ്യുമെൻറ്റ്സിൻ്റെ ഷോർട്ടായിട്ട് അറേ നെയിം എഴുതിയെന്നേ ഉള്ളൂ. ഏത് നെയിം വേണമെങ്കിലും എഴുതാം. ഇതൊരു ഐഡൻറ്റിഫയർ ആണ്. കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് മീൻസ്
the values that are given at the time of program execution in command line. Command ലൈനിൽ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് കമാൻഡ് ലൈൻ. ഫോർ എക്സാമ്പിൾ, നമുക്ക് 2 നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 നമ്പർ ഇവിടെ ഇൻറ്റ് A = 10, ഇൻറ്റ് B = 20 ഇങ്ങനെ 2 വാല്യൂസ് ഇവിടെ കൊടുക്കാം. എന്നിട്ട് അത് പ്രിന്റ് ചെയ്യിപ്പിക്കാം സം ചെയ്തിട്ട്. ഇതിന് പകരം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 നമ്പർ കൊടുക്കാം. ആ റൺ ചെയ്യുന്ന സമയത്ത് എക്സിക്യൂഷൻ്റെ സമയത്ത് കമാൻഡിൻ്റെ കൂടെ കൊടുക്കുന്ന 2 നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ആ കൊടുക്കുന്ന വാല്യൂസ് ആയിരിക്കും ഈ കമാൻഡ് ലൈൻ്റെ അകത്ത് ഈ സ്ട്രിങ് ടൈപ്പിലുള്ള അറേക്കകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതിനെ നമ്മൾ വീണ്ടും സ്ട്രിങ് ഡാറ്റ ടൈപ്പിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ടൈപ്പിലേക്ക് നമ്മളത് കൺവേർട്ട് ചെയ്തെടുക്കും. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണും. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ് വെൽക്കം എന്ന ക്ലാസ്സിൻ്റെ ഒരു മെമ്പർ മെയിൻ മെത്തേഡ് നമ്മൾ കണ്ടു. അതിനെ പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്ത് നമ്മൾ പഠിച്ചു. അതിനെ സ്റ്റാറ്റിക്കായിട്ട് ഡിക്ലെയർ ചെയ്ത് പഠിച്ചു. അത് ഓയിഡായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരുന്നത്. അപ്പോൾ മെയിൻ മെത്തേഡിന് എപ്പോഴും ഈ 3 ഡിക്ലറേഷൻസ് ഉണ്ട്. മെയിൻ മെത്തേഡ് വിൽ ബി ഓർ ഷുഡ് ബി ഓൾവേസ് പബ്ലിക്, സ്റ്റാറ്റിക് ആൻഡ് ഓയിഡ്. അതുകൂടാതെ മെയിൻ മെത്തേഡിന് ഒരു പാരാമീറ്റർ ഉണ്ട്. ദാറ്റ് പാരാമീറ്റർ ഈസ് എ single dimensional array of string class type, and this parameter is used to receive command line arguments during program execution. എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് അതിനുള്ള കമാൻഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആയിരിക്കും ഇവിടെ റിസീവ് ചെയ്യപ്പെടുന്നത്. നമ്മളത് കാണും എങ്ങനെയാണെന്നുള്ളത്. ഇനി ഇവിടെയുള്ളത് this main method has a single statement, that is system.out.print. Welcome to Java programming. We know that this is a string constant because anything within a double quotes will be a string constant. Double quotes നമ്മൾ എന്ത് എഴുതിയാലും അതെന്താണ്, സ്ട്രിങ് കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതിയേക്കുന്നത് system.out.print. Print or println, we can use print method or println method. Only difference is a new line character. \n പോലെയാണ്. പ്രിന്റ് കഴിഞ്ഞിട്ട് \n എഴുതുന്നതിന് തുല്യം. അതായത് അടുത്ത പ്രിന്റിങ് അടുത്ത ലൈനിൽ വരണമെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് println മെത്തേഡാണ്. പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് println. പക്ഷേ ഇവിടെ ഒരു ജാവ ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് നമുക്ക് കിട്ടണമെങ്കിൽ ദിസ് ആപ്ലിക്കേഷൻ ഷുഡ് ബി കണക്റ്റഡ് വിത്ത് the output device. ഈ പ്രോഗ്രാം ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട്പുട്ട് ഡിസ്പ്ലേ കിട്ടണമെങ്കിൽ this application should be connected with output device. In order to connect this application with an output device, we use an output stream variable out. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രീം വേരിയബിൾ ആണ് ഔട്ട്പുട്ട് സ്ട്രീം. ഔട്ട്പുട്ടിലേക്ക് ഡാറ്റ സ്ട്രീം ചെയ്യപ്പെടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രീം വേരിയബിൾ ആണ് ഔട്ട്. പിന്നെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നീട് ഒരു സ്ട്രീം വേരിയബിൾ കാണും ഇൻപുട്ട് സ്ട്രീം വേരിയബിൾ ആണ് ഇൻപുട്ട് സ്ട്രീം വേരിയബിൾ. ഇവിടെ ഔട്ട് ഈസ് എ ഔട്ട്പുട്ട് സ്ട്രീം വേരിയബിൾ യൂസ്ഡ് ടു കണക്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് ദിസ് ആപ്ലിക്കേഷൻ. ബട്ട് ദിസ് സ്ട്രീം വേരിയബിൾ is a static member of system class. ഇവിടെ ഏതെങ്കിലും ഒരു കീവേഡ് ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ്. ഇവിടെ എല്ലാ ക്ലാസ്സും നമ്മൾ എഴുതുമ്പോൾ അത് ശ്രദ്ധിക്കണം. യൂസർ ഡിഫൈൻഡ് ക്ലാസ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ ശീലിക്കുകയും വേണം. ഇവിടെ വെൽക്കം ഞാൻ ക്ലാസ് നെയിം ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ എസ് ക്യാപിറ്റൽ, ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു വേർഡ് ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ യു ഷുഡ് നോ ദാറ്റ് ഈസ് എ ക്ലാസ്, ഐദർ പ്രീ ഡിഫൈൻഡ് ക്ലാസ് ഓർ എ യൂസർ ഡിഫൈൻഡ് ക്ലാസ്. ഇപ്പോൾ ഏത് ക്ലാസ് ആണെങ്കിലും എ ക്ലാസ് നെയിം ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ഇവിടെ എസ് ക്യാപിറ്റൽ ലെറ്റർ, അപ്പോൾ അറിയാം ഇതൊരു ക്ലാസ് ആണ്. ഇവിടെ എസ് ക്യാപിറ്റൽ, സോ ദിസ് ഈസ് എ ക്ലാസ്. ഈ ക്ലാസ്സിലുള്ള ഒരു സ്റ്റാറ്റിക് മെമ്പർ ആണ് ഔട്ട്. തൊട്ടുമുമ്പ് നമ്മൾ കണ്ടു എ സ്റ്റാറ്റിക് മെമ്പർ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഓൾ ഓബ്ജെക്ട്സ്. സോ യൂഷ്വലി വി
call a static member using class name. ഒരു ക്ലാസ്സിൻ്റെ അകത്ത് സ്റ്റാറ്റിക് മെമ്പറിനെ കോൾ ചെയ്യണമെങ്കിൽ അത് ഓബ്ജക്റ്റിൻ്റെ അകത്ത് അതിൻ്റെ മെമ്പർ കാണത്തില്ല. അപ്പോൾ ഓബ്ജക്റ്റ് വെച്ച് കോൾ ചെയ്യാൻ പറ്റത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് നെയിം ഡോട്ട് സ്റ്റാറ്റിക് മെമ്പർ അങ്ങനെയാണ് കോൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഈ ഔട്ട് എന്ന് പറയുന്ന ഔട്ട്പുട്ട് സ്ട്രീം വേരിയബിളിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അതിൻ്റെ ക്ലാസ് നെയിം ഉപയോഗിച്ചേക്കുന്നത്. ക്ലാസ് നെയിം ഡോട്ട് സ്റ്റാറ്റിക് മെമ്പർ സിസ്റ്റം ഡോട്ട് ഔട്ട്. എന്നിട്ട് നമ്മൾ പ്രിന്റ് മെത്തേഡ് കോൾ ചെയ്യുന്നു. അപ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് മെത്തേഡ്. അപ്പം അതുകൊണ്ട് ജാവയിൽ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്. കാരണം എന്താണ്? ഔട്ട് ഈസ് എ സ്ട്രീം വേരിയബിൾ യൂസ് ടു കണക്ട് ഔട്ട്പുട്ട് ഡിവൈസ് വിത്ത് ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് ദിസ് ഈസ് എ സ്റ്റാറ്റിക് മെമ്പർ ഇൻസൈഡ് സിസ്റ്റം ക്ലാസ്. അതുകൊണ്ട് നമുക്ക് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്. ദെൻ വി ഗെറ്റ് ദ ഔട്ട്പുട്ട് വെൽക്കം ടു ജാവ പ്രോഗ്രാമിംഗ്.